ഉമേഷ് കൂടി ചേരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി മേഖലകളും മണികണ്ഠൻ ചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടിട്ടുണ്ട്. വടക്കേക്കരയിൽ നിന്ന് മുകളിലേക്ക് മരം വീണു. പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഉമേഷ്, ഇതാണ് പൊതുവിൽ എറണാകുളം ജില്ലയിലെ സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ് കാലാവസ്ഥ? കാവ്യ, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ മഴയില്ല. ഇന്ന് രാവിലെ മുതൽ ഈ നഗരപ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. അതിൻ്റെ പരിണതഫലം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് അവിടെ മുങ്ങുന്നൊരവസ്ഥയുണ്ടായി. അത് എല്ലാ വർഷക്കാലത്തും ഇത്തരത്തിൽ ഈ ചപ്പാത്ത് മുങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചപ്പാത്തിനപ്പുറമുള്ള ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി മേഖലകളുണ്ട്. അവിടേക്കുള്ള ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. മണികണ്ഠൻ ചാൽ ഗ്രാമം എന്നാണ് അവിടെ പറയുന്നത്. അവർ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളം ചപ്പാത്ത് മുങ്ങുന്ന സമയങ്ങളിലൊക്കെ അവരെ കടത്തുവഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ് പതിവ്. അത്തരത്തിൽ വഞ്ചിയിലൂടെ ആളുകളെ കടത്തുന്ന നടപടി അത് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലയിൽ പലയിടത്തും വ്യാപകമായി ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഴക്കുളം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ, കുന്നത്തനാട്, അങ്ങനെ പലയിടങ്ങളിലും ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നുണ്ട്. പലയിടത്തും ഈ ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ മറയുന്നു. അതുകൊണ്ട് വൈദ്യുതി ബന്ധം തകരാറിലാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വീടിന് മുകളിലേക്ക് മരം വീണ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. അത് വടക്കേക്കരയിൽ വിൻസെൻ്റ് എന്ന് പറയുന്നയാളുടെ വീടിന് മുകളിലേക്ക് ഇന്നലെ രാത്രി മരം വീണിട്ടുണ്ട്. വീടിൻ്റെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ആളപായമോ മറ്റൊന്നും തന്നെയില്ല. പക്ഷേ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേത്തലയിലും അത്തരത്തിൽ പെരുമ്പാവൂർ മേത്തല എന്ന് പറയുന്ന സ്ഥലത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ പലയിടത്തും ജില്ലയിലും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത് ഈ സൂചിപ്പിച്ചതുപോലെ കിഴക്കൻ മേഖലയിലാണ്, മലയോര മേഖലകളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതും ഇത്തരത്തിൽ മഴ കനക്കുമ്പോൾ, ഇങ്ങനെ പെരിയാറിൽ ജലം ഉയരുമ്പോൾ ഈ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങാറുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളൊക്കെ തുറന്നിരുന്നു. തുറന്നുകൊണ്ട് തന്നെ പെരിയാറിൽ വലിയ തരത്തിൽ ജലം ഒഴുകിയെത്തുകയും അങ്ങനെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആലുവ ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരിടത്തും വെള്ളപ്പൊക്ക നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പാലങ്ങളൊന്നും തന്നെ അങ്ങനെ വെള്ളപ്പൊക്ക നിലയിലേക്കോ അപകടകരമായ അവസ്ഥയിലേക്കോ ഒരിടത്തും വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെ മഴ തുടർച്ചയായി പെയ്താൽ കാലവർഷ പെയ്ത്തിൽ ഉണ്ടാകാവുന്ന കെടുതികൾ ഈ കോതമംഗലം ഭാഗങ്ങളിലൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. അതിലുപരിയായി മറ്റൊരു വലിയ തരത്തിൽ മഴക്കെടുതി ഉണ്ടായിട്ടില്ല. നഗരത്തിലും, പ്രത്യേകിച്ച് നഗരത്തിലും അത് എടുത്തു പറയേണ്ടതാണ്. ഈ അപ്രതീക്ഷിതമായി തുടർച്ചയായി മഴ പെയ്യുമ്പോഴൊക്കെയാണ് പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകാറുള്ളത്. പക്ഷേ ഇങ്ങനെ കാലവർഷത്തിൻ്റെ ഭാഗമായി മഴ പെയ്യുമ്പോൾ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് മുൻപൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയൊക്കെ വളരെ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം അത് ഇലക്ഷൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടെങ്കിലും വളരെ ഭംഗിയായി തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ജില്ലയിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ നഗരത്തിൽ പലയിടത്തും അങ്ങനെ വെള്ളക്കെട്ട് ഒഴിവായ സാഹചര്യവും അത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ മലയോര മേഖലകളിലൊക്കെയാണ് ഈ മഴക്കെടുതി ഉള്ളത്. നിലവിൽ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ, ഈ എറണാകുളം ജില്ലയിൽ നഗരഭാഗങ്ങളിലൊക്കെ മഴ മാറി നിൽക്കുകയാണ്. കാവ്യ. ശരി ഉമേഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഗുണം നഗരമേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാകുന്നതിൽ എറണാകുളം ജില്ലയിൽ ലഭിച്ചു എന്നതാണ്. പക്ഷേ ഗ്രാമാന്തരീക്ഷത്തിൽ അതല്ല സ്ഥിതി. മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ കൂടിയും കാര്യമായ ആശങ്കയൊന്നും വേണ്ട. ആ നിലയ്ക്കുള്ള അപകടകരമായ അറിയിപ്പൊന്നും എറണാകുളം ജില്ലയിൽ നിന്നില്ല. എങ്കിൽ കൂടിയും ജാഗ്രതയോടുകൂടി കരുതുക എന്നത് മാത്രമാണ്.